വിസ്റ്റം ജിന്നൂരി ആയതുകൊണ്ട് ബഹുദൈവ വിശ്വാസിയാണെന്ന് ചുവേലി അബ്ദുള്ള മൗലവി വിശ്വസിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് പറയുന്നതും നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നികളെല്ലാം മുശ്രിക്കുകളാണെന്നും ഖുതുബിയത്ത് നടക്കുന്ന പള്ളികളെല്ലാം അമ്പലങ്ങളാണെന്നുമുള്ള വിവാദ പരാമർശത്തിന് പുറമെ മറ്റൊരു വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരിക്കുകയാണ് ചുവേലി അബ്ദുള്ള മൗലവി. സുന്നികൾ മുശ്രിക്കുകളാണെന്നും സുന്നി പള്ളികളെല്ലാം അമ്പലങ്ങളാണെന്നുമുള്ള ചുവേലി അബ്ദുള്ള മൗലവിയുടെ വിവാദ പ്രസംഗം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചവർ വിസ്റ്റം ജിന്നൂരികളാണ്. അവർക്കാണ് ഇത്തരം വിഷയങ്ങളിൽ വലിയ ആവേശമുള്ളത്. വഹാബി തീവ്രവാദം നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നതും വിസ്റ്റം ജിന്നൂരികളാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. കേരളത്തിന്റെ പ്രസിഡന്റായ TP അബ്ദുള്ള കോയ മദനി തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. തന്റെ പ്രസംഗം ഇത്രയേറെ പ്രചരിപ്പിച്ച് വൻ റേറ്റ് ഉണ്ടാക്കി കൊടുത്ത കേരളം നേതാവായ ഹനീഫ് കായക്കൊടിയെ കൊണ്ട് തള്ളിപ്പറയിച്ചുകൊണ്ട് ഇമേജ് ഉണ്ടാക്കി കൊടുത്ത വിസ്റ്റം ജിന്നൂരികളും ബഹുദൈവ വിശ്വാസികളാണെന്ന വിവാദ പരാമർശവുമായിട്ടാണ് ചുവേലി അബ്ദുള്ള മൗലവി രംഗത്തെത്തിയിരിക്കുന്നത്. ചുവേലി അബ്ദുള്ള മൗലവി സുന്നികളെ മുശ്രിക്കാക്കിയത്, സുന്നി പള്ളികൾ അമ്പലങ്ങളാക്കിയത് അദ്ദേഹത്തിന്റെ വാദം മാത്രമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കേരളമിന്റെ വാദം മാത്രമാണ് ചുവേലി അബ്ദുള്ള മൗലവി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം നേതാക്കൾക്ക് ചുവേലി അബ്ദുള്ള മൗലവിയുടെ വിവാദ പരാമർശത്തിൽ നിന്ന് ചുവേലി അബ്ദുള്ള മൗലവിയെ പ്രതിയാക്കിക്കൊണ്ട് തടിയൂരാൻ കഴിയില്ല. ഇതുപോലെ തന്നെ വിസ്റ്റം ജിന്നു മുജാഹിദുകളെ കുറിച്ച് ചുവേലി അബ്ദുള്ള മൗലവി പറഞ്ഞതും കേരളമിന്റെ വാദമാണ്. അത് കേരളമിന്റെ വാദമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. നമുക്കൊന്ന് കേട്ടു നോക്കാം. വേറെ പല പണി നോക്കല്ലേ, തൗബ ചെയ്ത് ജമിഅത്തുൽ ഉലമക്ക് ഒരു കത്ത് കൊടുത്തിട്ട് തെറ്റുപറ്റിപ്പോയി പൊറുക്കണം എന്ന് അറിഞ്ഞോളി, ഇങ്ങോട്ട് വന്നോളി, നമ്മൾ നിങ്ങളെ സ്വീകരിക്കും. മനസ്സിലായോ? ആദർശപ്പുറത്തിലേക്ക് വരി. അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ജിന്നുകളെ പേടിക്കുന്ന നിങ്ങളെ ഞങ്ങൾ പേടിക്കൂല. അള്ളാഹുവിന്റെ തേടന്മാര് ജിന്നോട് തേടുന്ന നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. കപടന്മാരാ നിങ്ങള്, ബഹുദൈവ വിശ്വാസികളാ നിങ്ങള്. അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. കേരളം നേതാവായ നിഅമത്തുള്ള ഫാറൂഖി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗമാണിത്. വിസ്റ്റം ജിന്നൂരികൾ അള്ളാഹിനോട് തേടുന്നത് പോലെ ജിന്നിനോട് തേടുന്നവരാണ്. വിസ്റ്റം ജിന്നൂരികൾ കപടന്മാരാണ്. മാത്രമല്ല അവർ ബഹുദൈവ വിശ്വാസികളാണ്. ഇതുവരെ ഈ പ്രസംഗം നിഅമത്തുള്ള ഫാറൂഖി തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല KNM-ൽ നിന്ന് ഔദ്യോഗികമായി തിരുത്തണമെന്ന് ഇതുവരെ നിഅമത്തുള്ള ഫാറൂഖിയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അതുപോലെ തന്നെ മക്കാ മുശ്രിക്കുകൾക്ക് വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തവന്റെ പണിയാണ് ജബ്ബാർ മൗലവി എടുത്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ KJU-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഹനീഫ് കായക്കൊടി പറഞ്ഞതും ശ്രദ്ധേയമാണ്. അതിതുവരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ KNM-കാർക്ക് ഇഷ്ടമില്ലാത്തവരെ ബഹുദൈവ വിശ്വാസികളാക്കുക, മുശ്രിക്കാക്കുക, കാഫിറാക്കുക എന്നുള്ളത് KNM-ന്റെ നിലപാടല്ലെന്ന ഹനീഫ് കായക്കൊടിയുടെ കളവിവിടെ പൊളിയുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയുണ്ടായി, മുജാഹിദ് പ്രസ്ഥാനവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അംഗമല്ല ചുവേലി അബ്ദുള്ള മൗലവി, കേരള ജമിയത്തുൽ ഉലമയുടെ അംഗമല്ല ചുവേലി അബ്ദുള്ള മൗലവി. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്? മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട്. മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫിറുകളാക്കിയിരിക്കുന്നു, മുശ്രിക്കുകളാക്കിയിരിക്കുന്നു, നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം? അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന സ്ഖലിതമാണ്, അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അബദ്ധമാണ്. ഒരു പണ്ഡിത സഭയുടെ നേതാവായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ കളവ് പറയാൻ സാധിക്കുമെങ്കിൽ അനുയായികളുടെ കാര്യം പറയേണ്ടതില്ല എന്ന് ഈ വേളയിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഇവരെങ്ങോട്ടാണ് ജനങ്ങളെ നയിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചുവേലി അബ്ദുള്ള മൗലവിയെ എതിർക്കാനോ തള്ളിപ്പറയാനോ ഹനീഫ് കായക്കൊടിക്കോ KNM-നോ യോഗ്യതയില്ല എന്ന് നമുക്ക്
വിസ്റ്റം ജിന്നു മുജാഹിദ് ബഹുദൈവ വിശ്വാസികളാണെന്ന് പറഞ്ഞത് കേൾക്കാം. നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത്, ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ജിന്ന്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവുമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ്. അള്ളാന്റെ ഖുർആൻ ആയത്തോതൻ നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയോട് ഫോം വിളിച്ച് ചോദിക്കണം. വിസ്റ്റം ജിന്നു മുജാഹിദ് നേതാവ് മാലിക് സലഫിയുടെ ഈ പ്രസംഗമാണ് ചുവേലി അബ്ദുള്ള മൗലവിയെ പ്രകോപിതനാക്കിയിട്ടുള്ളത്. അഭൗതികമെന്നോ ഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ജിന്നിനോട് എന്തു ചോദിച്ചാലും ഷിർക്കല്ലെന്ന വാദമാണ് മാലിക് സലഫി പ്രഖ്യാപിച്ചത്. ഷിർക്കാണെന്നതിന് തെളിവ് കൊണ്ടുവരണമെന്നാണ് മാലിക് സലഫി KNM-നോടും ചുവേലി അബ്ദുള്ള മൗലവിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് മറുപടിയായി ചുവേലി അബ്ദുള്ള മൗലവി പറയുന്നത് നമുക്ക് കേൾക്കാം. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യേണ്ട ഉത്തരവാദിത്തം മുസ്ലിമീങ്ങൾക്കാണ്, കാഫിരീങ്ങൾക്കല്ല. ഹിദായത്ത് നൽകപ്പെട്ടവർക്കാണ് ഷിർക്കിനെ പറ്റിയുള്ള ചർച്ച. ഹിദായത്ത് കിട്ടാത്തവർക്ക് ഷിർക്കിനെ പറ്റിയുള്ള ചർച്ചയില്ല. അള്ളാഹു ആർക്കാണോ ഹിദായത്ത് നൽകിയത് അവരോടാണ് ഷിർക്ക് സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തരും. അല്ലെങ്കിൽ പിന്നെ സബൂൽ മുബിക്കാത്തിൽ ഒന്നാമത്തത് ഷിർക്കാണ്. സബൂൽ മുബിക്കാത്ത് ആർക്ക് ബാധകമായതാണ്? ഇവിടുത്തെ ഹിന്ദുക്കൾ സബൂൽ മുബിക്കാത്ത് ചെയ്യാൻ പാടില്ല എന്നാണോ പറഞ്ഞ വാക്കിൻ്റെ മായന? ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സബൂൽ മുബിക്കാത്ത് ചെയ്യാൻ പാടില്ല എന്നാണോ? അതിൽ ഒന്നാമത്തത് ഷിർക്കല്ലേ? ഇപ്പൊ മുഅ്മിനീങ്ങൾ സൂക്ഷിക്കേണ്ട വിഷയമല്ല. വിസ്റ്റം ജിന്നു മുജാഹിദിനെ മാത്രമല്ല MM അക്ബറിനെയും സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന KNM-നെയും ചെറുതായിട്ടൊന്ന് തോണ്ടുന്നുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. രണ്ടാമത്തത് സിഹറാണ്. ഇതൊക്കെ ആരോട് പറഞ്ഞതാ? ഇവിടുത്തെ കുഞ്ഞിരാമനോടോ ഇവിടുത്തെ വർഗീസിനോടോ? മുഅ്മിനീങ്ങളോടല്ലേ കൂട്ടരെ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അതിൽ ഒന്നാമത്തത് ഷിർക്കല്ലേ? ഇപ്പൊ ഷിർക്ക് സൂക്ഷിക്കണമെന്ന് മുസ്ലിമീങ്ങളോടല്ല, അത് ഹിന്ദുക്കളോട് പറഞ്ഞതാണ് എന്ന കള്ളത്തരം ഈ പുരോഹിതന്മാർ സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടി പറയുകയല്ലേ? മുസ്ലിമീങ്ങളാണ് ഷിർക്കിലേക്ക് പോകാൻ സാധ്യത. സിഹർ എന്ന് പറഞ്ഞാൽ ദേവീദേവന്മാരോടും പിശാചുക്കളോടും ഭൂതങ്ങളോടും മരണമടഞ്ഞു പോയവരോടുമുള്ള സഹായാർത്ഥനയാണെന്നാണ്, അഥവാ പൂജ എന്നാണ് KNM-ഉം വിശ്വസിക്കുന്നത്, വിസ്റ്റം ജിന്നു മുജാഹിദും വിശ്വസിക്കുന്നത്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ, അതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. പൂജ ചെയ്യൽ ശിർക്കാണെങ്കിലും പൂജക്ക് ഉത്തരം കിട്ടുമെന്നാണ് KNM-ഉം വിശ്വസിക്കുന്നത്, വിസ്റ്റം ജിന്നു മുജാഹിദും വിശ്വസിക്കുന്നത്. ഇതിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചുവേലി അബ്ദുള്ള മൗലവി. ശേഷം MM അക്ബറിനെ തോണ്ടുന്നത് നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ, ഹിന്ദുക്കൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കലോ എല്ലാവരും ധൃതി. യുക്തിവാദികളോട് വാദിച്ച് ജയിക്കാനുള്ള എല്ലാ ഖുർആൻ, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ ഖുർആൻ. സർവവഹാബികളും അദൃശ്യ കാര്യങ്ങൾ അംഗീകരിക്കാത്തവരാണ്. അവരെയും ചുവേലി അബ്ദുള്ള മൗലവി ഇടയ്ക്ക് തോണ്ടുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് മുത്തഖീങ്ങളെ വിശദീകരിച്ചു അല്ലാഹു തആല, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ മുഅ്മിനീങ്ങളാണവർ. അഭൗതിക കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, ഓ പ്രവാചകരെ നിങ്ങൾക്ക് ഇറക്കിത്തന്ന കിതാബ് അംഗീകരിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. വമാ ഉൻസില മിൻ ഖബലിക, നിങ്ങളെ പൂർവികന്മാരായ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത കിതാബിനെ അംഗീകരിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, മരണത്തിന് ശേഷമുള്ള ജീവിതം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് മുത്തഖീങ്ങൾ. അലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അവർക്കുള്ളതാണ് ഖുർആൻ. ഇനി നമുക്ക് വിസ്റ്റം ജിന്നു മുജാഹിദുകൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് ചുവേലി അബ്ദുള്ള മൗലവി പറയുന്നത് കേൾക്കാം. അതോടൊപ്പം വിസ്റ്റം ജിന്നൂരി ആയതുകൊണ്ട് ബഹുദൈവ വിശ്വാസിയാണെന്ന് ചുവേലി അബ്ദുള്ള മൗലവി വിശ്വസിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് പറയുന്നതും നമുക്ക് കേൾക്കാം. മുസ്ലിമീങ്ങളെ ശിർക്കിന്റെ വഴിയിലേക്ക് തെളിച്ചു വിടുക,
അവർ അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദത്ത് ദുർബലപ്പെടുത്തി നശിച്ച് നരകത്തിന്റെ വാതിക്കലെത്തുക. ഇവിടുത്തെ ഏറ്റവും വലിയ കൊടിയ മുശ്രിക്കീങ്ങൾ നരകാവാസികളായി മുസ്ലിമീങ്ങൾ മാറുക. അവരെല്ലാം ഞമ്മേന്റെ ആളെന്നും പറഞ്ഞ് ഹിന്ദുക്കൾക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്ക പണ്ഡിതന്മാർ. നസാറാക്കൾക്കും ജൂതന്മാർക്കും വാള് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജ് ഉപയോഗിക്കുക പണ്ഡിതന്മാർ. അതേസമയത്ത് ശിർക്കിൽ മുഖം കുത്തി വീണ് നരകത്തിലാണ് എന്ന് അല്ലാഹു തആല അള്ളാന്റെ റസൂൽ ഉറപ്പിച്ചു പറഞ്ഞ ഹിദായത്ത് ദുർബലപ്പെട്ടു പോയ സമൂഹം അവരിങ്ങനെ വിലസി നടക്കുക, ഞങ്ങളെല്ലാം സ്വർഗവാസികളാണെന്നും പറഞ്ഞിട്ട്. ക്രിസ്ത്യൻ ജിന്ന് മുജാഹിദുകൾ ജിന്നു പൂജകരായതുകൊണ്ട് തന്നെ സിഹർ എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് ദേവീദേവന്മാരെയും മരണമടഞ്ഞവരെയും ഭൂതങ്ങളെയും പൂജിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ ജിന്നു മുജാഹിദുകളും സിഹർ ഫലിക്കുമെന്ന് പറയുന്ന KLM-കാരും ബഹുദൈവ വിശ്വാസികളാണ്. അവർ നരകത്തിൽ കൂപ്പുകുത്തുന്നവരാണ്. അവർ ഷഹാദത്ത് കലിമയെ നിഷേധിച്ചവരാണ്. ഇവരാണ് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇവരാണ് സ്വർഗാവകാശികൾ എന്ന് പറയുന്നത്. ഇവർ വിഡ്ഢികളാണ്, ഇവർ ബഹുദൈവ വിശ്വാസികളാണ് എന്നാണ് KLM-നെ കുറിച്ചും ക്രിസ്ത്യൻ ജിന്നു മുജാഹിദിനെ കുറിച്ചും ചുവലി അബ്ദുള്ള മൗലവി പറയുന്നത്. സ്വന്തം അനുയായികളെ തന്നെ മുശ്രിക്കുകളാക്കുന്ന, ബഹുദൈവ വിശ്വാസികളാക്കുന്ന, നരകത്തിൽ കൂപ്പുകുത്തുന്നവരായി ചുവലി അബ്ദുള്ള മൗലവിയെ പോലെയുള്ള KLM-കാര് ചിത്രീകരിക്കുമ്പോൾ സുന്നികളായ നമ്മളെ കുറിച്ച് ഈ ചുവലി അബ്ദുള്ള KLM-ന്റെ വാക്ക് കേട്ട് പറഞ്ഞതിൽ നാം വേവലാതിപ്പെടേണ്ടതില്ല, അത്ഭുതപ്പെടേണ്ടതില്ല. വഹാബികൾ സർവനാശകാരികളാണ്, തീവ്രവാദികളാണ്. അറിയാതെ പെട്ടുപോയവർക്ക് അത് വലിച്ചെറിയാനുള്ള സുവർണ അവസരം കൂടിയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.